ഇന്ന് ലക്ഷ്മി പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി? ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം തിരിച്ചും മറിച്ചും പോയിട്ടാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഞാൻ കുറേ നേരം എടുത്തു എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താണെന്നറിയോ? ടോപ്പിക് വേറെ, പുള്ളിക്കാരി പറയുന്ന വിഷയം വേറെ. ടോപ്പിക് ഇത്രയില്ല. അക്ബറായിട്ട് തല്ലുപിടിക്കുകയാണ്. അക്ബർ ഒരു മോശം കാര്യം പറഞ്ഞു. ശരി, മോശമാണ്. നിന്റെ മടിയിൽ വന്നിരുന്നു, അതായത് ലക്ഷ്മി ചെയ്യാൻ പറ്റിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പം, അതായത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല ടാസ്ക്, നിന്റെ മടിയിൽ വന്നിരുന്നോ എന്ന് ചോദിച്ച വിഷയത്തിൽ ലക്ഷ്മി പറഞ്ഞ മറുപടി മുഴുവൻ വേറെ എന്തൊക്കെയോ ഉദ്ദേശിച്ചു. അത് എന്തിനാണെന്നറിയോ? LGBTQ കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ് ലക്ഷ്മി പറഞ്ഞ ഡയലോഗ്സ് മൊത്തം. അത് അതിലെ നൂറിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അവരവിടെ ഇരിക്കും. ആർക്കും മനസ്സിലായത് ആരെ കുറിച്ചാണ്? ഏതോ അവൾ ഇവളെന്നൊക്കെ മാത്രമേ ഇവർ കേൾക്കുന്നുള്ളൂ. പുള്ളിക്കാരി കുറെ ഡയലോഗ് പഠിച്ചു വച്ച് വന്നിരിക്കുവാണ്. അതെനിക്ക് കുറെ ദിവസമായിട്ട് തോന്നുന്നുണ്ട്. പുള്ളിക്കാരി എന്ത് ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോഴും ഒരു ഡെലിവറി ടോണാണ്, അല്ലേ? ന്യൂസ് വായിക്കുന്ന പോലെ. ശരിക്കും ഒരു ന്യൂസോ എന്തോ കേൾക്കുന്ന പോലെയാണ് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോകും. എക്സ്പ്രഷൻലെസ് ഫേസ് ആണ് പുള്ളിക്കാരുടെ, ശരിക്കും പറഞ്ഞാൽ. വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഒന്നും ഇല്ലാത്ത പോലെ തോന്നും മുഖത്ത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ഡയലോഗ് മുഴുവൻ ഇവിടെ കമ്മ്യൂണിറ്റി അഗേൻസ്റ്റ് പറഞ്ഞിട്ട് പോയി. അതിൽ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഇവന്മാർക്കും ജോലി എടുത്ത് ജീവിക്കാൻ പറ്റില്ല. ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞ ജോലി എടുത്ത് ജീവിക്കാൻ പറ്റില്ലെന്ന്? ഇവിടുത്തെ പാർട്ടിയിലെ ലീഡർ, ഓക്കെ, ഏറ്റവും എക്സ്ട്രീമിസ്റ്റ് പാർട്ടിയാണ് AFD എന്ന് പറയും. അവരുടെ ലീഡർ ലെസ്ബിയൻ കപ്പിളാണ്. അതിലെ ലീഡറിലെ ഹെഡ് ലെസ്ബിയൻ ആണ്. അവരുടെ വൈഫാണ് കൂടെ ഉള്ളത്. അതൊക്കെ നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചതാണ്? നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും നിങ്ങൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ആൾക്കാർ, അന്ധമായ ആൾക്കാരെ നമുക്ക് എങ്ങനെ നയിക്കാൻ പറ്റും? ഞാൻ സത്യം പറയട്ടെ, ഇന്നലെ അവരുടെ സംസാരം കേട്ടപ്പം ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞ ഞാൻ പറയാലോ, സന്തോഷത്തോടെ ഇരിക്കുന്ന 2 കപ്പിൾസ്, അങ്ങനെ എനിക്ക് തോന്നിയുള്ളൂ. നല്ല പാർട്ട്ണർഷിപ്പ്. അത് കിട്ടാൻ അനുഗ്രഹം വേണം. അല്ലാതെ ഒരു ആണിനെ കിട്ടിയോണ്ട് അത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് ഏത് 2 എണ്ണകളാണെങ്കിലും അവർ തമ്മിൽ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം. മനസ്സിലായോ? അല്ലാതെ വലിയ കമ്മ്യൂണിറ്റി കാർഡ് പിടിച്ചോണ്ട് വന്നിട്ടൊന്നും കാര്യമില്ല. ഇത്ര മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, ഇന്ന് വന്ന അവരുടെ കൂട്ടുകെട്ടൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അവരുടെ ചിന്താഗതി എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്. ഇതൊക്കെ നമുക്ക് അത് ആ ഗ്യാങ് അങ്ങനെയാണല്ലോ, ഫുൾ ഗ്യാങ്. അതായത് ഇന്ന് വീട്ടിൽ വന്ന ഗ്യാങ്ങും അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് മെജോറിറ്റി. ഞാൻ പറഞ്ഞ അഭിഷേക് അല്ലേ? അഭിഷേകിനെ കുറിച്ചാണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങോട്ടും ജയിച്ചത് അത് 4th or 5th അങ്ങനെ വന്നല്ലോ പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ വരാൻ കാരണം ഈ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഇത് ബൈ ഹാർട്ട് പറഞ്ഞ് ഇങ്ങനത്തെ കുറെ ഡയലോഗ് പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ഡയലോഗ്സ് പറയും. ഇപ്പൊ അതിലേക്കും നൂറയ്ക്കും മനസ്സിലായിട്ടില്ല. നാളെ ഇത് അവർക്ക് മനസ്സിലാവുമ്പോൾ അവർ തിരിച്ചു പോയിക്കും, ഉറപ്പാ. അപ്പൊ ഇനി ഇഷ്യൂസ് അങ്ങനെ ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ. ഇഷ്യൂസ് ഉണ്ടായി വരുന്നേ ഉള്ളൂ. ലാലേട്ടൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഈ വീക്കെൻഡിൽ എന്തായാലും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എടുത്ത് കാണിച്ച സ്ഥിതിക്ക് ഇത് എന്തായാലും ഒരു നല്ല ടോപ്പിക്കാണ്. വേറെ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, ബിഗ് ബോസിൽ വേറെ കണ്ടന്റ് ഒന്നും ഇല്ല. അപ്പൊ ഇതേ ഉള്ളൂ കണ്ടന്റ്. അപ്പൊ കണ്ടന്റിൽ ഒരു വലിയ കണ്ടന്റ് ആണ്. ചെറിയൊരു പാട്ടിലാണ് ഉണ്ടായുള്ളൂ. ഒരു 30 സെക്കൻഡ് പോലും ഉണ്ടായിട്ടില്ല ആ കണ്ടന്റ്. പക്ഷെ ഒരു ബോംബാണ് പൊട്ടിച്ചത്. ഇത് ഡിസ്കസ് ചെയ്യണം. നമ്മൾ പ്രോഗ്രസീവിലേക്ക് പോകുമ്പോൾ ഇവരെ പോലത്തെ ആൾക്കാർ, ഇതൊക്കെ വെറുതെ അല്ല അനുവിൻ്റെ ഒക്കെ കൂടെ പോയി സപ്പോർട്ട് ചെയ്തത്. മനസ്സിലായോ? മെന്റാലിറ്റി ഇത്ര ചെറുതാ, ഇത്ര ചെറിയ മനസ്സ്. ഇവരുടെയൊക്കെ സിനിമ പോയി കാണണോ? ഞാൻ കാണത്തില്ല. ഇവരുടെ സിനിമ ഞാൻ കാണത്തില്ല. ലക്ഷ്മിയുടെ സിനിമ ഞാൻ പോയി കാണത്തില്ല. ജീവിതത്തിൽ മരണം വരെ ഞാൻ കാണത്തില്ല. അത് ഞാൻ ഇവിടെ എഴുതി വെക്കുവാണ്. കാരണം എന്താണെന്നറിയോ? ഇങ്ങനത്തെ ആൾക്കാരുടെ സിനിമ കണ്ടാൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ കാണും. ഞാൻ കാണത്തില്ല, എഴുതി വെച്ചേക്കുവാ. ഓക്കെ, ഞാൻ ആ സിനിമ ഒരിക്കലും എവിടെയും പോലും കാണത്തില്ല. TV വന്നപ്പോൾ TV ഓഫ് ചെയ്യും. അതാ എൻ്റെ ഇതിനുള്ള പ്രതിഷേധം. ഇനി അതങ്ങനത്തെ വിഷയം. ഓക്കെ, ഇത് നാളെ നമുക്ക് കാണണം. എന്താ അതിലേക്ക് മനസ്സിലാവോ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് എനിക്ക് അറിയണം. പിന്നെ നൂറ ടാസ്ക് ശരിക്കും കളിച്ചോ? നൂറ ടാസ്ക് ശരിക്കും കളിച്ചിട്ടില്ല. നൂറയ്ക്ക് ഈ ടാസ്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ആ കോയിൻസ് എന്തുകൊണ്ട് കൊടുത്തില്ല? കോയിൻസ് കൊടുക്കണ്ടേ? എന്തിനാ 4 കോയിൻസ് തിരിച്ചയച്ചു. അതായത് 2 ഗോൾഡും 2 ബ്ലാക്കും. ആ 2 ബ്ലാക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്തില്ല? ആ 2 ബ്ലാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ബ്ലാക്ക് യൂസ് ചെയ്ത ആക്ച്വലി ഈ ബ്ലാക്ക് യൂസ് ചെയ്ത നൂറയ്ക്ക് ഈ ടാസ്കും ജയിച്ചു കഴിഞ്ഞാൽ 2 പേരും ഡയറക്റ്റ്ലി നോമിനേഷനിലേക്ക് അയക്കാം. അത് വലിയൊരു പവർ അല്ലേ? നൂറയ്ക്ക് എന്താ മനസ്സിലാവുന്നില്ല ഗെയിമിൻ്റെ അത്? പിന്നെ നിങ്ങൾ കോയിൻ കൊടുക്കാതിരുന്ന ആൾക്കാർ എങ്ങനെ മോട്ടിവേറ്റഡ് ആവും? നിങ്ങൾക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലല്ലേ നിങ്ങളുടെ പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ആദ്യത്തെ ദിവസമാണ്. അപ്പൊ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. മാത്രമല്ല അവർ നാളത്തേക്ക് മോട്ടിവേറ്റഡ് ആയിരിക്കണം, അല്ലേ? അപ്പൊ നൂറ് ഇത്
നല്ല ലാഘവത്തോടെ തന്നെ കൊടുക്കണമായിരുന്നു. ഈവൻ അക്ബറിന് വരെ. അക്ബറിനാണ് ശരിക്കും പറഞ്ഞാൽ അക്ബറിന് നല്ല പവർ ഉണ്ട്. അക്ബറിന്റെ പവർ അനുസരിച്ച് അക്ബറിന് വേണമെങ്കിൽ ഈ ടാസ്കിൽ വിഘ്നം വരുത്താം. അക്ബറിന് കൺട്രോൾ ഉണ്ട്. ആ മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ അക്ബറിന് ഡിസൈഡ് ചെയ്യാം ആരെപ്പ യൂസ് ചെയ്യണം. അങ്ങനെ കുറെ പവേഴ്സ് ഉണ്ട്. അക്ബറിന് അത് മനസ്സിലായില്ലേ? എനിക്കറിയില്ല അക്ബർ എന്തുകൊണ്ട് അത് യൂസ് ചെയ്യാഞ്ഞത്. നൂറ റൂഡായിട്ട് പെരുമാറുമ്പോൾ അത് യൂസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തിരിക്കാം അല്ലേ? അക്ബറിന് അത് മനസ്സിലായിട്ടില്ല. ആർക്കും മനസ്സിലായിട്ടില്ല. അവിടെ ഒരാൾക്കും ടാസ്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സങ്കടം വരും. നല്ല ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. കുറച്ചൊക്കെ ഹ്യൂമറും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട്, എപ്പോഴും ദേഷ്യപ്പെടണമെന്നില്ല, ഹ്യൂമറൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നാക്കാനും പറ്റും. കുറച്ചൊക്കെ അവിടെ വർക്കേഴ്സ് തമ്മിൽ കണ്ടന്റ് ഉണ്ടാക്കാമല്ലോ. അവർക്കും ആക്ട്, ഇപ്പൊ അനുമോളും പ്രവീണും ആക്ട് ഉണ്ടാക്കിയില്ലേ, അവരൊക്കെ ആക്ട് ഉണ്ടാക്കിയില്ല. അതുപോലെ നിങ്ങൾക്കും ആ വർക്കിന്റെ ഇടയ്ക്ക് ആക്ടും കുറെ ഡയലോഗ്സ് ഒക്കെ കൊണ്ടുവരാം. ആരും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നില്ല. പിന്നെ യൂണിയൻ ലീഡറിന് ശരിക്കും പവർ ഉണ്ട്. അപ്പൊ ശരിക്കും നൂറ ചെയ്യേണ്ടത് യൂണിയൻ ലീഡറിനെ സ്വന്തം ഭാഗത്തേക്ക് ആക്കലാണ് ചെയ്യേണ്ടത്, അല്ലാതെ എഗെയിൻസ്റ്റ് നിൽക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാളെ അത് എഗെയിൻസ്റ്റ് ആണ്. മാത്രമല്ല നൂറ അത് കഴിഞ്ഞിട്ട് വന്നിരുന്ന് പറഞ്ഞു, എനിക്ക് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇത് തീർത്താൽ വേറെ എന്തോ കാര്യം വരുന്നുണ്ടെന്ന്. പക്ഷെ അങ്ങനെ പറയരുത്. അപ്പൊ അക്ബറിനൊരു ഹിന്റ് കിട്ടും എന്തോ കാര്യം. അതായത് നമുക്ക് ഗുണമായിരിക്കില്ലേ, ചിലപ്പോൾ അവൾക്ക് ഗുണമാണെന്ന് അക്ബറിന് തോന്നി അക്ബർ എഗെയിൻസ്റ്റ് നിൽക്കത്തില്ലേ? നൂറോട് കൺഫ്യൂഷൻ റൂമിൽ വെച്ച് പറഞ്ഞ കാര്യം നൂറ എന്തിനു പുറത്ത് പറയണം? അങ്ങനത്തെ ഒരു ഹിന്റ് പോലും ഇട്ട് കൊടുക്കരുത്. കുറെ മണ്ടത്തരം നൂറ കാണിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ ടാസ്ക് ഭയങ്കര ഡ്രൈ ആവുന്ന കാരണം കണ്ടസ്റ്റൻസ് അവരുടെ എഫേർട്ടും അവരുടെ ബ്രില്യൻസും ഒന്നും ആഡ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ദാരിദ്ര്യമുണ്ട്. കണ്ടസ്റ്റൻസ് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരല്ല ഒരാളും. അക്ബറിനാണെങ്കിൽ പോലും അക്ബർ ഒരു മ്യൂസിക് ആളാണ്, പക്ഷെ ഒരു കോമഡി രീതിയിലും അത് കൈകാര്യം ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ ജിനീഷ് ആണെങ്കിൽ ജിഷിൻ ആണെങ്കിലും ഒരു ആക്ടർ അല്ലേ? കുറച്ചും കൂടി വില്ലൻ മാത്രം വേണ്ടടോ, ഒരു കോമഡിയും കൂടിയൊക്കെ ഇറക്കുക. ഒരു കോമഡിയും ഒരു എന്റർടൈൻമെന്റും കുറച്ച് ഫ്ലേർട്ടിങ്ങും ഒരു ക്യാരക്ടറും കൂടെ പിടിക്കുക. ഓരോന്ന് വരുമ്പോൾ ഒരു ക്യാരക്ടർ പിടിക്കുക. ഇവരൊക്കെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലാതെ ഒന്നുമില്ല. ഇതൊക്കെ സീസൺ 3 കണ്ടുപിടിക്കണം. അവരൊക്കെ എന്ത് രസമായിട്ടാണ് എല്ലാ അതൊക്കെ മുഴുവൻ ആക്ട് ആയിരുന്നു കേട്ടോ, ഫുൾ ആക്ട് ആയിരുന്നു ആ സമയത്ത്. പക്ഷെ അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഡൗട്ടും ഇല്ല. അവർ നന്നായിട്ട്, ഒരാളും ഒരു മോശമായിട്ട് ചെയ്തിട്ടില്ല അതിൽ, എനിക്ക് ഓർമ്മയുണ്ട്. ഇവർക്കൊന്നും പറ്റുന്നില്ല കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പൊ ഈ ടാസ്ക് നാളെ കൊളാവും. കാരണം ഈ 100 പൈസ കൊടുക്കൂല്ല, ഇവർ ചെയ്ത് തീർക്കൂല്ല. നാളെ നോക്കൂ, നാളെ എനിക്ക് തോന്നുന്നു അക്ബർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കും. കാരണം അക്ബറിനെ 100ക്ക് ശരിക്കും പറഞ്ഞാൽ സ്വന്തം സൈഡിലേക്ക് കൊണ്ടുവരണം, എന്നാലേ അത് നടക്കൂ. അക്ബർ അപ്പൊ അക്ബറിനുള്ള പവർ ഒന്നും ഇവർ മനസ്സിലാക്കിയിട്ടില്ല. ആരും ടാസ്ക് ബുക്ക് വായിക്കില്ല കേട്ടോ. മര്യാദ ടാസ്ക് ബുക്ക് ഇരുന്ന് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എത്ര പേര് ആയിക്കൂടെ അനീഷ് ഇരുന്ന് വായിക്കും, അനീഷ് ഇടയ്ക്ക് ഇരുന്ന് വായിക്കാനാണ്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഒരാശം കേട്ട് അങ്ങ് വിടും. അപ്പൊ സൂപ്പർ പവർ നഷ്ടപ്പെടുമെന്നുള്ള പേടിയിലാണ് 100 ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാം 100ക്ക് ടെൻഷൻ അതാണ്. പക്ഷെ സൂപ്പർ പവർ നഷ്ടപ്പെടുന്നേക്കാളും വലിയ സംഭവമാണ് 100 നമ്മൾ ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ഈ സീസൺ പണിയുടെ സീസണാണ്. നിങ്ങൾ നിങ്ങളുടെ പവർ നഷ്ടപ്പെടാതെ ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുക. ബാക്കി ഇനി എന്ത് പണി വരുന്ന അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ഈ സീസൺ അങ്ങനെയാണ്. ഇപ്പൊ 100ക്ക് ഇപ്പൊ പണി കിട്ടിയില്ല, പണി നേരത്തെ വിൻ ചെയ്ത സ്ഥാനത്തിനല്ലേ ഇപ്പൊ പിന്നെ അതിന്റെ മുകളിൽ പണി വന്നിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ തന്നെയാണ് ഈ സീസൺ പോകുന്നത്. അപ്പൊ പേടിച്ചിട്ട് കാര്യമില്ല, ധൈര്യമായിട്ട് കളത്തിലിറങ്ങാം, കളിക്കുക തന്നെ. അങ്ങനെ ചെയ്യണം, അല്ലാതെ പേടിച്ച് ഒന്നും ചെയ്യാതെ ഡിസ്ട്രിബ്യൂട്ട്. എത്ര നേരം എടുത്തു ഒന്നും ഒരു കോയിൻ കൊടുക്കണേന്. ജിഷിനൊക്കെ ഇറങ്ങി ലാസ്റ്റാണ് ജിഷിനൊക്കെ കിട്ടിയത് കോയിൻ. അത് കഷ്ടം. എല്ലാരും വർക്ക് ചെയ്തിട്ടുണ്ട്, 50 എണ്ണം ഉണ്ടാക്കി അവര് ചപ്പല്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഈ ലക്ഷ്മിയുടെ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലക്ഷ്മിയുടെ കാര്യങ്ങൾ. ഈ കോയിൻ കൊടുക്കാത്ത കേസിൽ വന്നപ്പോഴാണ് ലക്ഷ്മിയുടെ പ്രശ്നം ഉണ്ടായത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായത് നമ്മുടെ ആനക്കുട്ടി, കൊരങ്ങ്, ആനക്കുട്ടി, പിന്നെന്താണ് ലയൺ, സിംഹിനി, ലയൺ, അങ്ങനത്തെ സംഭവം, കഴുത, പട്ടിക്കുട്ടി, ആര്യനൊക്കെ ആയിട്ട്. ആരായിരുന്നു രസം? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആര്യനെ പട്ടിക്കുട്ടിയായിട്ട് ഇഷ്ടമായി. ശരിക്കും എല്ലാവരും നന്നായിരുന്നു കേട്ടോ. ലയണസ് ആയിട്ട് ഒരു ഡയലോഗ് അടിച്ചില്ല, തഗ് ഡയലോഗ്, അങ്ങനത്തെ ഡയലോഗ് അടിക്കും. തഗ്ഗല്ല, ഒരു രസമുള്ള ഡയലോഗ്, കണക്ട് ചെയ്യാൻ പറ്റണം നമുക്ക്. അതായത് ഞാൻ മിക്കവാറും എന്താണ് ഈ നമ്മുടെ ആട് അനുവായിരുന്നല്ലോ, ആടിനെ കഴിക്കുന്നു പറഞ്ഞില്ലേ ആര്, നമ്മുടെ ജിസയില്. അങ്ങനത്തെ തഗ് ഡയലോഗ്സ് ഒക്കെ അടിക്കാൻ പറ്റണം. അതൊന്നും ആർക്കും പറ്റുന്നില്ല. അയ്യോ. എന്തായാലും ജിസേൽ അത് പറഞ്ഞല്ലോ, മലയാളം പോലും അറിയാത്ത അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റി. ഓ, വലിയ കാര്യം. ബാക്കി നിവീനൊന്നുമില്ല, മങ്കിയായിട്ട് എന്തൊക്കെയോ കളിച്ചു. അവർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന കാര്യം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ രാത്രി 11 മണിക്കാണ് കൊടുക്കുന്നത്.
രാത്രി 11 മണിക്ക്. അവരൊക്കെ എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. ചിരിക്കാൻ പോലും വയ്യ അവർക്കൊന്നും. ബിഗ് ബോസ് കുറച്ച് കൂടി നേരത്തെയൊക്കെ ടാസ്ക് കൊടുക്കുക, മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ കുറച്ച് നേരത്തെ കൊടുക്കുക, എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് ശീലമായി അവർ നന്നായിട്ടിരിക്കും. ഇത് രാത്രി 11 മണിക്ക് 2 മണി അവർ ഉറങ്ങുമ്പോൾ പിന്നെ എപ്പം എണീറ്റ് അവർ എന്ത് ചെയ്യാനാണ്? പിന്നെ നമ്മുടെ ലാഫ്റ്റർ ക്ലബ്ബ് സാബുമാൻ, അത് രസമുണ്ടായിരുന്നു. ശരിക്കും ലാഫ്റ്റർ ക്ലബ്ബൊക്കെ അറിയാമെങ്കിൽ അത് രസമാണ്. അവർക്കൊരു സ്ട്രെസ് ബസ്റ്റേഴ്സ് ആയിരുന്നു അത് ശരിക്കും ഉദ്ദേശിച്ചത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സാബുമാൻ. പുള്ളിക്കാരനാവുന്നതൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ. നിൽക്കൂലെന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ആവട്ടെ. ആളൊരു ചിൽ വൈബാണ്. പിന്നെ നെവീൻ ബാറ്ററി ചേഞ്ച് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. ഇവരൊക്കെ ബിഗ് ബോസിന്റെ ഗതികേടെ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് ഒരു ബാറ്ററി കൊടുത്തിട്ട് പിന്നെ നല്ല ബാറ്ററി ഉണ്ട്, ചീത്ത ബാറ്ററി ഉണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവർ എങ്ങനെയാണ് മൈക്ക് വർക്ക് ചെയ്യുക? നെവിൻ കുറെ നേരം അവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് കണ്ടന്റ് ആക്കി ഇടുന്ന ഗതികേടാണ് ബിഗ് ബോസിന്. ആലോചിച്ച് നോക്ക്. പിന്നെ വെസൽ, പൊതുവില്ലാതെ വെസൽ ഇഷ്യൂ. പക്ഷെ എനിക്കൊരു കാര്യം പറയുന്നത്, ഇന്ന് അഖിൽമാരൊക്കെ വന്നുകൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ കിച്ചണൊക്കെ നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പുതിയ ടീമാണോ എന്നറിയില്ല, എനിക്ക് ഏതാണ് റീസൺ അറിയില്ല. പക്ഷെ നാളെ കൂടെ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. കിച്ചണൊക്കെ വൃത്തിയായിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല അനീഷായ കൊണ്ടായിരിക്കും മിക്കവാറും വൃത്തിയായിട്ട് കിടക്കുന്നത് വിസൽ ടീമൊക്കെ. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായത്, ആ വെസൽ ആരോ കഴുകാതെ പാത്രത്തിനിടയിൽ വെച്ചു. ഒന്ന് അലച്ചു നോക്ക്. എന്താണ് ഈ പിള്ളേരുടെ വൃത്തി? അയ്യോ, അത് മാത്രമോ? ഇന്ന് പാഡ് ഇഷ്യൂസ് പറയുന്നുണ്ടായിരുന്നു. വൃത്തിയുടെ കാര്യത്തിൽ വളരെ മോശം. ഇത് ലാലേട്ടൻ കർശനമായിട്ട് തന്നെ വീക്കെൻഡിൽ എടുത്ത് പറയണം. അവരെ ശരിക്കും നല്ലോണം പറയണം. ഇത് ശിക്ഷ തന്നെ കൊടുക്കണം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ബിഗ് ബോസ് ടീമിൽ നിന്ന് തന്നെ അവർ നല്ല ശിക്ഷയായിട്ട് തന്നെ കൊടുക്കണം എന്ന് എൻ്റെ അഭിപ്രായം. ഫുഡ് കുറയ്ക്കേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയൂ. കിച്ചണിൽ ഫുഡ് തരില്ലെന്നോ, ഇത്ര കുറയ്ക്കുള്ളൂന്നോ, ഇത്ര സാധനം തരില്ലെന്നോ, പഞ്ചസാര തരില്ലെന്നോ. ഒരു കാര്യം ചെയ്യും, പഞ്ചസാര അങ്ങ് കട്ട് ചെയ്യുക. പഞ്ചസാര കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കില്ലിങ് പോയിസൺ ആണ് പഞ്ചസാര. ഞാൻ പഞ്ചസാര കഴിക്കാത്തൊരു വ്യക്തിയാണ്. പഞ്ചസാര ഒട്ടുമേ കൊടുക്കാതിരിക്കുക. അവർ ജീവിക്കാൻ, അവർ ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എത്ര പഞ്ചസാരയാണ് ആ നെവിനൊക്കെ ഇരുന്ന് കഴിക്കുന്നത്? ഇങ്ങനെ കോരി തിന്നുന്ന മനുഷ്യന്മാരുണ്ടോ? വല്ല അസുഖം വരും മനുഷ്യന്. അങ്ങനെ കോരി തിന്നുന്ന നെവിനാണ്. അപ്പൊ ഇതിലും ഭേദം പഞ്ചസാര കൊടുക്കാതിരിക്കുക. അതൊരു ശിക്ഷയായിട്ട് വെക്കുക. കുറച്ചാൾ ശിക്ഷയായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നല്ലതാവും. പക്ഷെ എന്നാലും എന്തെങ്കിലും കൊടുക്കണം. ഇവരൊക്കെ ശരിയാക്കി എടുക്കാൻ ഇങ്ങനെ വഴിയുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം ലക്ഷ്മിയുടെ കാര്യത്തിൽ വളരെ മോശം. ലക്ഷ്മി എന്തൊക്കെയാണെങ്കിലും ലക്ഷ്മിനെ പോലത്തെ ആൾക്കാർ ഞാൻ ഇതിലും ബെറ്റർ ആയിട്ട് പ്രതീക്ഷിച്ചു. പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരല്ലേ, അപ്പൊ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനില്ല നിങ്ങളുടെ നിന്ന്. അപ്പൊ എന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്റെ സപ്പോർട്ട് ഫുൾ ആദില നൂറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അത് സപ്പോർട്ട് ചെയ്യും. ഞാൻ LGBTQ കമ്മ്യൂണിറ്റിക്ക് അഗേൻസ്റ്റ് എന്നല്ല. ഐ നോ വാട്ട് ഇറ്റ് ഇസ് ആൻഡ് ഐ സപ്പോർട്ട് ദം. അതുകൊണ്ട് നമുക്ക് ഇവരെ പോലത്തെ ആൾക്കാരൊന്നും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോകത്ത് ഏത് മനുഷ്യന്മാരും ഏത് ജീവികളും ജനിച്ചിട്ടുണ്ടോ അവർക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത്രയേ ഉള്ളൂ. അവർ നമ്മുടെ ഭക്ഷണത്തിൽ പാറ്റിയിടുന്നില്ലല്ലോ, അതുവരെ നോക്കിയാൽ മതി. അതാകുമ്പോൾ നമ്മൾ പ്രതികരിച്ചാൽ മതി. അല്ലെങ്കിൽ അവർക്കൊക്കെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ അവരൊക്കെ കഴിവുള്ള ആൾക്കാരാണ്. അവരൊക്കെ ടോപ്പിലിന് എത്തും. ഒരു വെയിറ്റ് ചെയ്യും, ഒരു 10-20 years വെയിറ്റ്. വരുന്നുണ്ട് അവരൊക്കെ. ടോപ്പ് പൊസിഷൻസിലും CEOസും എല്ലാം ആവും അവര്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളൂ. ആരും പുറത്തു വരാത്തോണ്ടാണ് ഇതുവരെ ധൈര്യം ഉണ്ടായിരുന്നില്ല ആൾക്കാർക്ക് പുറത്തു വരാൻ. എക്സ്പ്രസ് ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആൾക്കാർക്ക് ധൈര്യമുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ടോപ്പിൽ എത്തുകയും ചെയ്യും. നോക്കിക്കോ, ഞാൻ പ്രോമിസ് തരുന്നു. ഇറ്റ് വിൽ ഹാപ്പൻ. 20 years, ജസ്റ്റ് വെയിറ്റ്. ഇറ്റ്സ് നോട്ട് ടു ലോങ്. 10-15 കൊല്ലം ഇപ്പൊ തന്നെ പോയി, അറിഞ്ഞു പോലുമില്ല. ഇത്രേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.